ഇതൊക്കെ പാന്റ് ഷർട്ടൊക്കെ ഇവര് പറഞ്ഞതിന് മുമ്പ് എന്റെ മോളുടെ കല്യാണം എന്ന് പറയുമ്പോ എന്താ പറയാ 10 years കഴിയും. അതിന് മുമ്പ് എന്റെ സിസ്റ്ററും എന്റെ മോളുടെ കല്യാണം. അപ്പൊ ഒക്കെ കംപ്ലീറ്റ് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് പിന്നെ ഒന്നും നോക്കിയില്ല. മാനിലെ ഇതൊക്കെ ഒന്ന് നോക്കണേന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പഴും ചോദിക്കും, അയ്യോ ഇതാരാ ചെയ്ത്, ഇത് രസമാണ് എപ്പോഴും ചോദിക്കാറുണ്ട്. പണ്ട് മുതലേ എനിക്ക് നന്നായിട്ട് അറിയാം. പണ്ട് എത്രയോ കാലം മുഴുവൻ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും അറിയാം. എല്ലാവരും പറയും അനിലിന്റെ അടുത്ത് പോയില്ലേ, എൻ്റെ അടുത്ത് പോയില്ലേ, എല്ലാം എന്തെങ്കിലും കല്യാണം ആയാൽ അനിലത്ത് പോയി കണ്ടില്ല, പോയി ചെയ്തില്ലേ, എല്ലാം അനിലെന്നാ പറയുന്നത്. അപ്പോ പാരീസ് എന്നുള്ള ഒരു പേരാണ് അന്നും ഇന്നും. അത് വളരെ വളർന്ന് നന്നായി, വളരെ നന്നായി. മോള് യുഎസിലല്ലേ, യുഎസിൽ പോയപ്പോ അവിടെ ഇങ്ങനെ ഞങ്ങളുടെ കുറെ ഫ്രണ്ട്സ് അവരൊക്കെ ഇങ്ങനെ ഇവിടുന്ന് കല്യാണത്തിനൊക്കെ ഇവിടെ തയ്ച്ച് ബ്ലൗസ് ഇതൊക്കെ തയ്ച്ചത് അത് ഇപ്പോഴും പറയും അത്ര പെർഫെക്റ്റ് ആണ് നിങ്ങളുടെ കല്യാണങ്ങളായ. അപ്പൊ പറയും പാരീസിന്റെ പേരാ ഡെഡിക്കേഷൻ, നിങ്ങളുടെ ഡെഡിക്കേഷൻ ടു ദ വർക്ക്. കാര്യം ചെയ്യുമ്പോൾ ശരിക്കും ഒന്ന് നോക്കി ശരിക്കും പാരീസിലേക്ക് വരുമ്പോ ഒരു വീട്ടിലേക്ക് വരുന്ന ഫീലിംഗ് ആണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോ അങ്ങനെ നമ്മള് വിചാരിച്ച കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ, അത് ആ ഒരു ഫീലിംഗ് അവിടെ വരുമ്പോ കാണും. അപ്പൊ നമുക്കൊരു സന്തോഷമല്ലേ. ഇനിയിപ്പോ അതുമാതിരിയൊക്കെ പിന്നെ പിള്ളേർക്കാണെങ്കിൽ അതിന് സന്തോഷം പോകും. ഞങ്ങൾ വിചാരിച്ച മാതിരിയായി. ആ എല്ലാവർക്കും കുറെ ചെയ്തു വെച്ചിട്ട് കാര്യമല്ലോ. ആ എലിഗൻസി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എലിഗൻ ലുക്ക് എന്ന് പറയുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ വാരി വലിച്ച് അതൊരു രസം ഉണ്ടാവില്ല. അതിന്റെ എപ്പോഴും അതെ അവിടേക്ക് കയറി വരുമ്പോൾ അതിന്റെ ഒരു രസമുണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങൾ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അതേമാതിരി ആ ഷോറൂമൊക്കെ കാണുമ്പോഴും അപ്പൊ അതിന്റെ പിന്നില് മെയിനായിട്ട് വർക്ക് ചെയ്യണവരുടെ ആ കഴിവ്, നിങ്ങളുടെ കഴിവ്, അതുപോലെ പെരുമാറ്റം, പിള്ളേരെ എല്ലാവരും നല്ല ബിഹേവ്. അതാണ്